പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തി കഷ്ടതയുടെ നടുവിൽ ആഴമായി ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ, പാടി സ്തുതിക്കുമ്പോൾ, ഒരു തുറക്കാത്ത വലിയ വാതില് ദൈവം നിങ്ങൾക്ക് വേണ്ടി ആർക്കും തുറക്കാൻ കഴിയാത്ത വാതിലുകൾ ദൈവം തുറന്നു തരും എന്നുള്ള വിശ്വാസത്തിൻ്റെ ബോധ്യം ഒരു വ്യക്തിയുടെയും കുടുംബങ്ങളുടെയും സമൂഹത്തിൻ്റെയും ഉള്ളിലേക്ക് ആഴമായി പഠിപ്പിക്കുകയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 16-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ദർശനം പറയുന്ന ബാല്യക്കാരത്തി ഞങ്ങൾക്ക് എതിർപ്പെട്ടു. അവൾ ഞങ്ങളുടെ പുറകെ നിന്നുകൊണ്ട് ഇത് കർത്താവിൻ്റെ രക്ഷാമാർഗം മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരാണ് എന്ന് പറഞ്ഞ് പിറകിലൂടെ നടന്നപ്പോൾ പൗലോസ്ലീഹായ്ക്ക് മുഷിച്ചിലുണ്ടാക്കിയപ്പോൾ ആ സ്ത്രീയുടെ നേരെ നോക്കി പറഞ്ഞു, നിന്നിലുള്ള ഭൂതത്തെ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകട്ടെ, അവർ ഡെലിവറൻസ് നടത്തുക. ഇതിൻ്റെ പേരിൽ യജമാനന്മാർക്ക് വലിയ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ ഇത് നിന്നുപോയി. എന്താണ് വലിയ ലാഭം എന്ന് പറയുന്നത്? നിറയെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിരുന്നിട്ട് ഈ സ്ത്രീ പ്രവചനം കൊടുക്കും, ഈ സ്ത്രീ ദർശനം പറയും. എന്താണ് ദർശനം പറയുന്നത്? എന്താണ്? നിന്റെ കുടുംബത്തിൽ ഇന്ന കഷ്ടതയില്ലേ, ഇന്ന വേദനയില്ലേ, ഇന്ന ദുരിതമില്ലേ, ഇന്ന സങ്കടമില്ലേ, ഇതെല്ലാം മാറുവാനായിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ വിഗ്രഹം വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി, നിങ്ങളുടെ കഷ്ടത മാറും. അപ്പോൾ ഇത് വിൽക്കുന്നതിലൂടെ യജമാനന്മാർക്ക് ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാവും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഈ യജമാനന്മാരുടെ ലാഭം നിന്നു പോയത് കൊണ്ട് എന്തിനാണ് ആ നാട്ടിലുള്ളവരെല്ലാം പിടിച്ച് പൗലോസ്ലീഹായെയും ശീലാസിനെയും ജയിലിലെ ആമത്തിലിട്ട് പൂട്ടി, 2 കാലും കൈയെല്ലാം പൂട്ടിപ്പോ പാതിരാത്രിയുടെ നടുവിൽ പൗലോസ്ലീഹ ശീലാസും കൂടി കൈകൾ പൂട്ടിയിരുന്ന ചങ്ങലകൾ കൂട്ടി ഉരുമിക്കൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കാൻ ആരംഭിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഈ കഷ്ടതയുടെ ജയിലിന്റെ ഉള്ളിൽ കിടക്കുന്ന ജയിലിന്റെ ഉള്ളിൽ കിടക്കുന്ന കാലും കരങ്ങളും എല്ലാം കാമത്തിലിട്ട് പൂട്ടിയ പൗലോസ്ലീഹ ആ കഷ്ടതയുടെ നടുവിൽ പോലെ ദൈവപൈതലെ ഇന്ന് നിനക്കൊന്ന് ആരാധിക്കാൻ പറ്റുമോ? ഒന്ന് പറയാമോ, യേശുവേ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി വരാമോ? ഞാൻ കഷ്ടതയുടെ തീച്ചൂളയിൽ വെന്തുരുകുക, ഒന്ന് കടന്നു വരാമോ? ഈ കഷ്ടതയുടെ നടുവിൽ ഞാൻ അങ്ങേക്കായി പാടി ആരാധിക്കുവാൻ പോവുക, ഞാൻ അങ്ങേക്കായി പാടി സ്തുതിക്കുവാൻ പോകുക. എനിക്ക് മുമ്പിൽ അനേക വാതിലുകൾ അടഞ്ഞു കിടക്കുക, വർഷങ്ങളും കാലങ്ങളുമായി യേശുവേ എനിക്ക് മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വെക്കുവാൻ എന്നെ കൊണ്ട് കഴിയാത്ത വിധം തളർന്ന് കിടക്കുക. പൗലോസ്ലീഹ ജയിലിന്റെ അകത്ത് ഉസ്രോട് കൂടി ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ അന്ന് വരെ ജയിലിന്റെ അകത്ത് കാണാത്ത, ആ ജയിലിന്റെ അകത്ത് കിടന്ന ജയിൽ പുള്ളികൾ ഇതുവരെ കാണാത്ത ചില അത്ഭുതങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ദൈവപൈതലെ, ഇന്ന് നീ പാടി ആരാധിക്കുമ്പോൾ, ഇന്ന് നീ ആത്മാർത്ഥതയോടൊരു വർഷിപ്പ് നടത്തിയ നിന്റെ കരങ്ങൾ കൊട്ടി നിൽക്കുന്നിടം മറന്നുകൊണ്ട് തന്നെ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ ഇതുവരെ കാണാത്ത വലിയ ഒരു അത്ഭുതം നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ നടക്കും, നിശ്ചയമായിട്ട് നടക്കും. സ്തോത്രം, ഹല്ലേലൂയ. പൗലോസ്ലീഹ ആരാധിക്കുമ്പോൾ ജയിലിന്റെ അടിത്തറ കടന്ന് ഇളകാൻ തുടങ്ങി, ജയിൽ കടന്ന് കുലുങ്ങാൻ തുടങ്ങി. എല്ലാവർക്കും ഒരു ഭയമായി പോയി. ഇതുവരെ അനുഭവിക്കാത്തത്, ഇതുവരെ കേൾക്കാത്തത്, ഇതുവരെ കാണാത്തത്, ഇതുവരെ ഹൃദയത്തിൽ ചിന്തിക്കാത്ത പോലുള്ളത് കണ്ണിൽ ലൈവായി പാതിരാത്രിയുടെ നടുവിൽ കിടന്ന് അനുഭവിക്കാൻ തുടങ്ങിയ ജയിൽവാസം അനുഭവിക്കുന്നവർ, ജയിലിന്റെ വാതിലുകളെല്ലാം തുറക്കപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവപൈതലെ, ഇന്ന് നീ ആരാധിക്കുമെങ്കിൽ നിന്റെ മുമ്പിൽ യെരിഹോ മതിൽ പോലെ നിൽക്കുന്നതാണെങ്കിലും യെരിഹോ മതിലിന്റെ മുമ്പിൽ ദൈവജനങ്ങൾ പോയി സ്തുതിച്ചപ്പോൾ, സ്തോത്രം, അവിടെ മതിലുകൾ ഇടിഞ്ഞു വീണുമെങ്കിൽ ഇന്ന് നിന്റെ മുമ്പിൽ മതിലായി നിൽക്കുന്ന തുറക്കപ്പെടാത്ത വാതിലുകളെ ദൈവം ഇന്ന് തുറന്നു തരുന്നത് ദിവസമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ദൈവത്തെ ഒന്ന് പാടി ആരാധിക്കാമോ? ഒരു മുഴു ആത്മാവോടെ, മുഴു ഹൃദയത്തോടെ, കർത്താവേ, ഞാൻ അങ്ങേക്ക് എന്നെ തന്നെ ഞാൻ ബലിവസ്തുവാക്കി മാറ്റുക, ഞാൻ എന്നെ തന്നെ അങ്ങയുടെ മുമ്പിലേക്ക് കത്തി ഉരുകുന്ന ഒരു മെഴുകുതിരിയായി, ഒരു ബലിവസ്തുവായി യേശുവേ ഞാനൊന്ന് മാറ്റുക.
ഒന്ന് പറയാമോ? അങ്ങനെയാണെങ്കിൽ ദൈവം ഇന്നൊരു അത്ഭുതം നടത്താൻ പോവുകയാണ്. ദൈവം ആഗ്രഹിക്കുക, നിങ്ങളുടെ സ്വരം കേൾക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. എൻ്റെ സ്വരം കേൾക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. എൻ്റെ മക്കൾ എന്നെ വിളിക്കുന്നുണ്ടോ? എൻ്റെ മകൻ എന്നെ വിളിക്കുന്നുണ്ടോ? എൻ്റെ മകൾ എന്നെ വിളിക്കുന്നുണ്ടോ? ഇരുട്ടിൻ്റെ അറയിൽ കട്ടതയുടെ നടുവിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇത് കേൾക്കുവാൻ ദൈവത്തിൻ്റെ കാത് തുറന്നിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ജയിലിൻ്റെ അകത്ത് നിന്ന് ജയിൽ പുള്ളികളെല്ലാം പുറത്തേക്ക് ചാടി. കാരണം അവർക്ക് കിട്ടിയ അവസരമാണല്ലോ. ജയില് തുറന്നു, വാതിലുകൾ തുറന്നു. പൗലോസ്ലീഹായുടെ കാരാഗൃഹത്തിന്റെ വാതിലുകളൊക്കെ തുറന്നു. ആ സമയത്ത് അവർ പുറത്തു വീഴുമ്പോൾ ജയിൽ പ്രമാണി, ജയിലിന് കാവൽ നിൽക്കുന്നവൻ, അയ്യോ ഞാൻ എന്ത് ചെയ്യുന്നു, നാളെ എനിക്ക് ഇതിന്റെ മറുപടി പറയണം, ഞാൻ അറിഞ്ഞിട്ടില്ല ജയില് തുറന്നത്, എന്നെ കൊണ്ട് നടപ്പാൻ കഴിയാത്ത കാര്യങ്ങളാണ്, പൂട്ടിയിട്ടിരിക്കുന്ന താമ്ര കഥകളെ പൊട്ടിച്ച് പുറത്തു വന്നത്, ഇരുമ്പിന്റെ ഓടാമ്പലുകളെ തകർത്തത് എന്നെ കൊണ്ട് അസാധ്യമാണ്, ഇനി ഞാൻ ജയിലില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അംഗീകരിക്കത്തില്ല. അപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാം. പൗലോസ്ലീഹ പറഞ്ഞു, അയ്യോ നീ ആത്മഹത്യ ചെയ്യില്ലേ, നിന്റെ ജീവനം നീ നഷ്ടം വരുത്തരുത്, നിന്റെ ജീവനം നീ നഷ്ടം വരുത്തരുത്, ഞങ്ങൾ ആരും പോയിട്ടില്ല, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞങ്ങൾ ആരും പോയിട്ടില്ല, ഞങ്ങൾ ജയിലിൽ നിന്ന് ഓടിപ്പോകാൻ വന്നവരല്ല, ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചപ്പോൾ ഒരു വിടുതൽ തരുമെന്ന് നീ ഒന്ന് ബോധ്യപ്പെട്ടാൽ മതി. ജയിൽ പ്രമാണി പറഞ്ഞു, ഞാൻ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ഒറ്റ വായിക്കോളൂ, നിന്റെ കുടുംബം, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ മാത്രമല്ല, നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവ പൈതലേ, നീ ഒരുവൻ നിന്റെ വീടിന്റെ അകത്ത് മുഴങ്കാലം അടക്കിയിരുന്നൊന്ന് ആരാധിച്ച നീ മാത്രമല്ല വിടുതൽ ലഭിക്കുന്നത്, നിന്റെ തലമുറ വിടുതൽ ലഭിക്കും, നിന്റെ ജീവിത പങ്കാളിക്ക് വിടുതൽ ലഭിക്കും, നിന്റെ ദേശത്തിന് വിടുതൽ ലഭിക്കും, നിന്റെ കുടുംബ അംഗങ്ങൾക്ക് വിടുതൽ ലഭിക്കും. നീ ഒരുവനൊന്നും മുട്ടുമുഴങ്കാലി മടക്കി ആരാധിക്കാമോ? അതാണ് ദൈവം ചോദിക്കുന്നത്. പൗലോസ്ലീഹ പറഞ്ഞ, നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങൾ ഇരുട്ടിന്റെ അറയിലാണ്. എത്രയോ കുടുംബങ്ങൾ ആപത്തിൽ ചങ്ങലയിട്ട് കയ്യും കാലും ബന്ധിച്ചതുപോലെ പിശാചിന്റെ ബന്ധനത്തിൽ കിടക്കുന്നു. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെ, ഒന്ന് വചനം വായിക്കാൻ പറ്റാതെ, എപ്പോഴും കലക്കത്തിന്റെ ആത്മാവുള്ള സ്വഭാവങ്ങളുമായി നടക്കുന്ന എത്രയോ കുടുംബങ്ങൾ. ഇവരുടെ നടുവിലേക്ക്, ഈ കഷ്ടതയുടെ നടുവിലേക്ക് ഒന്ന് ആരാധിക്കാമോ ദൈവ പൈതലേ? സ്തോത്രം. അപ്പോൾ ഒരു വിടുതൽ നിശ്ചയമായിട്ട് ഇറങ്ങും. ഒരു കൃപ നിന്നെ നോക്കിയിരിക്കുന്നുണ്ട്, ഒരു അഭിഷേകം നിന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അത് നിന്റെ തലയ്ക്ക് മീതെ കിടന്ന് കറങ്ങുന്നുണ്ട്. നിന്റെ ഹൃദയം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാ, എൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി വരാമോ? ഇന്ന് ഇരുട്ടിനെ മാറ്റിയിട്ട് പ്രകാശം ഒന്ന് ഇറങ്ങി വരാമോ? എൻ്റെ വീടിൻ്റെ അകം ഇരുട്ട കർത്താവേ, അങ്ങൊന്ന് കടന്നു വന്നാൽ ഞങ്ങൾ കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായി മാറും, അത് മറ്റവർക്കൊരു സാക്ഷ്യമായി മാറും. കർത്താവേ, ഞാനങ്ങയെ പാടി ആരാധിക്കുക, ഞാനങ്ങയെ പാടി സ്തുതിക്കുക. ദൈവമേ, അവിടുന്ന് ഒന്ന് ഇറങ്ങി വരാമോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഈ രാത്രി, ഈ ദിവസം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു വിടുതൽ നിശ്ചയമാ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു വിടുതൽ നിശ്ചയമാ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ 16:33 പറയുക, ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരും താമസിയാതെ സ്നാനം ഏറ്റു. പിന്നെ അവർ വീട്ടിൽ കൈകൊണ്ടു അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചു വീട് അടക്കം ആനന്ദിച്ചു. സ്തോത്രം. ആ സമയത്ത് തന്നെ ആ ജയിൽ പ്രമാണി അബ്രാഹാമിനെയും പൗലോസിനെയും സീലാസിനെയും കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ മുറിവുകൾ, ആപത്തിലിട്ട് പൂട്ടി പീഡിപ്പിച്ച മുറിവുകളെല്ലാം കഴുകി വൃത്തിയാക്കി. ആ നിമിഷം കർത്താവിന്റെ വചനം കേട്ടു അവർ സ്നാനപ്പെട്ടു. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ക്രൂശിക്കപ്പെടുക,
ഇനി ഞാൻ ജീവിക്കുന്നത് ഞാൻ ഗലാത്യ 2:20 ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ മാംസത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ക്രിസ്തു എൻ്റെ അകത്ത് ജീവിക്കുക. ഞാൻ പുതിയ മനുഷ്യനായി, ഞാൻ സ്നാനം സ്വീകരിച്ചു, ഞാൻ പുതിയ മനുഷ്യ, പാപത്തെ കഴുകി ഞാൻ പുതിയ മനുഷ്യനായി ഞാൻ സ്തോത്രം ഹല്ലേലൂയ. ഒരു തീരുമാനമെടുക്കാമോ? ഒരു പുതിയ മനുഷ്യനാകാൻ പറ്റുമോ? നിന്റെ മുറിവുകളെ ദൈവം എടുത്തു മാറ്റും. നിന്റെ അഗാധമായ ഹൃദയത്തിലെ വേദനകളെ ദൈവം എടുത്തു മാറ്റും. നീ ഒന്ന് കൈകെട്ടി ഒന്ന് തങ്ക് തുറന്ന് വായ തുറന്ന് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ഇറങ്ങി വാ, ഞാൻ എന്നെ ഏൽപ്പിക്കുക, എൻ്റെ കുടുംബത്തെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുക, എൻ്റെ തലമുറ ഞാൻ അങ്ങയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക, എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ ഏൽപ്പിക്കുക. കർത്താവേ, എനിക്കുള്ളത് സകലത്തെയും യേശുവേ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുക. എൻ്റെ വീടിൻ്റെ അകത്തേക്കൊന്ന് ഇറങ്ങി വരാമോ? എൻ്റെ സാഹചര്യങ്ങളിലേക്കൊന്ന് ഇറങ്ങി വരാമോ? എൻ്റെ ജോലി മേഖലകളിലേക്ക്, തകർന്നു കിടക്കുന്ന ജോലി മേഖലകളിലേക്കൊന്ന് ഇറങ്ങി വരാമോ? അതപ്പതിച്ച് കിടക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കർത്താവെ നീ ഒന്ന് ഇറങ്ങി വരാമോ? ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക, സകലതും സമർപ്പിക്കുക. കർത്താവെ, ഒന്ന് ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ കർത്താവെ ഞാൻ മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായി നിൽക്കുന്നേനെ. കർത്താവെ, എന്നേക്ക് കഴിയത്തില്ല. ഞാൻ ഇത്ര വർഷം ഞാൻ ഓടിയതാ, ഇത്ര വർഷം സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് ഞാൻ ഓടിയിട്ട് എൻ്റെ ജീവിതം നശിക്കാൻ പോവുക. കർത്താവേ, ഞാൻ ഇനി മുതൽ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതത്തിനൊത്ത് ഞാൻ ഓടുക. എൻ്റെ യേശുവേ, എന്നെ ഞാൻ ഏൽപ്പിച്ചു തരുമോ? ഒന്ന് ഉള്ളു തുറന്ന് പറയാമോ? ഒന്ന് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാമോ? ദൈവം ഈ നിമിഷം നിന്റെ അകത്തൊരു അത്ഭുതം പ്രവർത്തിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. ഈ നിമിഷം നിന്റെ കുടുംബത്തിൽ ചില മാറ്റങ്ങൾ തരുന്നത് നിനക്ക് കാണാൻ സാധിക്കും. ഈ നിമിഷം നിന്റെ തലമുറകളിലൊക്കെ ചില അനുഗ്രഹങ്ങളെ ദൈവം ഒഴുക്കി തരുന്നത് നിനക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നിനക്ക് ചില വ്യത്യാസങ്ങൾ വരുന്നത് കാണാൻ പറ്റും. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ സഹോദര? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ സഹോദരി? ഇന്ന് ഇവിടെ വെച്ചാ നിന്റെ അത്ഭുതം നടക്കുന്നത്. ഇന്ന് ഇവിടെ വെച്ചാ നിന്റെ അഭിഷേകം പ്രാപിക്കുന്നത്. നാളെയല്ല കർത്താവ് തരുന്നത്, ഇപ്പോ ഇവിടെ വെച്ച്. ആ ഏത് ടൈമിലാണോ നീ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, ഏത് ടൈമിലാണോ ദൈവത്തെ നിന്നെ തന്നെ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, ആ സമയത്താണ് നിന്റെ വിടുതൽ, ആ സമയത്താണ് നിനക്ക് കൃപയിറങ്ങുന്നത്, ആ സമയത്ത് നിന്റെ മുമ്പിലുള്ള അടഞ്ഞ വാതിലുകളെ ദൈവം തുറന്നു തരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നൊരു തീരുമാനമെടുക്കുക. യേശു എൻ്റേതാണ്, യേശു എൻ്റേതാണ്. ഞാനും എൻ്റെ യേശുവും ഒരുമിച്ചാണ് യാത്ര. ഇനി ഞാൻ ഒറ്റയ്ക്കല്ല യാത്ര, ഞാൻ എൻ്റെ യേശുവും ഒരുമിച്ചൊരു യാത്രയാണ്. ഒരു തീരുമാനമെടുക്കാമോ? ഇന്ന് നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ നിനക്ക് അനുഭവിച്ചറിയാൻ പറ്റും. സ്തോത്രം. തുറക്കാത്ത വാതിലുകൾ നിനക്കായി ദൈവം തുറന്നു വെക്കും. നീ അതിലൂടെ ഓടും, നീ അതിലൂടെ കാണാത്ത കാഴ്ചകൾ കാണും, നീ അനുഭവിക്കാത്ത അനുഗ്രഹങ്ങൾ നീ അനുഭവിച്ചറിയും. നിനക്ക് ലഭിക്കാത്ത ചില കൃപകൾ ദൈവം നിനക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നീ ഒന്ന് ഉത്തരവാദിത്വത്തോടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ മഹത്വം നീ ഇന്ന് ദർശിക്കാൻ പോകുന്ന ദിവസമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം സമർത്ഥമായി നിന്നെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.